അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദെ, നിസ്കാരത്തിന് ഭക്തി കിട്ടുന്നില്ല, ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല എന്നുള്ളത്. അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പലരും പല സമയങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ മഹാന്മാർ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത്, ഉളൂ പരിപൂർണമായിട്ടും ഭക്തിയോടുകൂടി തന്നെ എടുക്കുക. ഉളൂവിൻ്റെ സുന്നത്ത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉളൂ എടുക്കുക. രണ്ടാമത്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സുജൂദ്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഒരു മുനാജാത്താണ് നിസ്കാരം എന്നുള്ളത്. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. മൂന്നാമത്, മഹാന്മാർ പറയുന്നത്, നമ്മൾ ഏതിൻ്റെ മുമ്പിലേക്കാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തെ തിരിഞ്ഞുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. മൂന്നാമത്തത്, ഞാൻ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു. നാലാമത്തത്, മഹാന്മാർ പറഞ്ഞു, ഇടത് ഭാഗത്ത് നരകമുണ്ടെന്നും. അഞ്ചാമത്, മഹാന്മാർ പറഞ്ഞു, വലത് ഭാഗത്ത് സ്വർഗമുണ്ടെന്നും മനസ്സിൽ കൊണ്ടുവരിക. ആറാമത്തത്, ഈ പോയിന്റാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ളുഹ്ർ നിസ്കരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനത്തെ നിസ്കാരമായിരിക്കും. കാരണം നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ അസ്റായിൽ ഏത് സമയത്തും തയ്യാറാണ്, എപ്പോഴും റെഡിയാണ്. ആ ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ളുഹ്ർ പിന്നീട് നിസ്കരിക്കുന്നില്ല. ഓരോ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോഴും പടച്ചവനെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്നുള്ള കൽബിൽ ആ ഒരു ചിന്ത നമ്മുടെ കൽബിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്തി, ഇഖ്ലാസ് തീർച്ചയായിട്ടും നമ്മുടെ നിസ്കാരത്തിലുണ്ടാവും. അതുകൊണ്ട് ഭക്തിയോടുകൂടി അള്ളാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വലിയ സന്തോഷവും വലിയ ആനന്ദവും നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.